കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം ഇന്ന് ഭയപ്പെടുത്തുന്ന ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാന്തമായി ഒഴുകിയിരുന്ന നമ്മുടെ സംവാദങ്ങൾ, പരസ്പര ബഹുമാനം നിറഞ്ഞിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആക്രോശങ്ങളുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഒരു കാലത്ത് ചായക്കടകളിലും കവലകളിലും നടന്നിരുന്ന തർക്കങ്ങൾ ഇന്ന് ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും യൂട്യൂബിലേക്കും കുടിയേറി. വ്യത്യാസം ഇതാണ്: അന്ന് വാക്കുകൾ അവിടെ അവസാനിക്കുമായിരുന്നു. ഇന്ന് അവ ജീവിതങ്ങൾ അവസാനിപ്പിക്കുന്ന തലത്തിലേക്ക് വരെ ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന ആ ദാരുണ സംഭവം നമ്മളെല്ലാവരും കണ്ടു. ഒരു ഇൻഫ്ലുവൻസർ വീഡിയോയിലൂടെ ഈ മനുഷ്യൻ എന്നെ മോശമായി സ്പർശിച്ചു എന്ന് വിളിച്ചു പറഞ്ഞതും അതിൻ്റെ മാനഹാനി താങ്ങാനാവാതെ ആ മനുഷ്യൻ ജീവനൊടുക്കിയതും എത്ര സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. കേവലം ഒരു ആത്മഹത്യയല്ല, അത് ഡിജിറ്റൽ കൊലപാതകമാണ്. നിയമം തെളിവുകൾ പരിശോധിക്കുന്നതിന് മുമ്പ്, പോലീസ് അന്വേഷിക്കുന്നതിന് മുമ്പ്, കോടതി വിധി പറയുന്നതിന് മുമ്പ് സമൂഹം അയാളെ കുറ്റവാളിയാക്കി തീർത്തു. ഒരു സ്മാർട്ട് ഫോൺ ക്യാമറയും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടും ചേർന്നപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാൻ വേണ്ട ആയുധങ്ങൾ ലഭിച്ചു. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു ക്ലിക്കിൻ്റെ കാലത്താണ്. ഒരു വിരൽത്തുമ്പിലെ ചെറിയൊരു സ്പർശം കൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഒരു സ്റ്റാറ്റസ് ഷെയർ ചെയ്യാം, ഒരു കമൻ്റ് എഴുതാം. എന്നാൽ ആ ചെറിയ സ്പർശത്തിൻ്റെ മറുവശത്ത് ഒരാളുടെ ജീവിതം തകരുന്നുണ്ടാകാം. ലൈക്കുകളും വ്യൂസും ഫോളോവേഴ്സും നേടാനുള്ള ഈ ഓട്ടത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ വില നമ്മൾ മറന്നുപോയിരിക്കുന്നു. സ്വാഗതം മൈൽസ്റ്റോണിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക്. കാത്തിരിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും വിമർശനങ്ങളും തീർച്ചയായും നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരം വീഡിയോകൾ നിർമ്മിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ വലിയ മനഃശാസ്ത്ര പഠനങ്ങളൊന്നും വേണ്ട. ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് റീച്ച് എന്ന ഒറ്റ വാക്കിലാണ് എല്ലാം ഒതുങ്ങുന്നത്. എത്രത്തോളം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുവോ, എത്രത്തോളം വികാരങ്ങളെ ഉണർത്തുന്നുവോ, അത്രത്തോളം വ്യൂകളും ലൈക്സും ഫോളോവേഴ്സും ലഭിക്കും. അൽഗോരിതങ്ങൾ ശാന്തമായ സത്യങ്ങളെയല്ല, ചൂടേറിയ നാടകങ്ങളെയാണ് മുന്നോട്ട് തള്ളുന്നത്. ഇന്ന് പ്രശസ്തി എന്നത് ഒരു ലഹരിയായി മാറിയിരിക്കുന്നു. ഒരു വീഡിയോ വൈറലായാൽ കിട്ടുന്ന ശ്രദ്ധ, അഭിനന്ദനങ്ങൾ, സഹതാപം കലർന്ന കമൻറ്റുകൾ, മാധ്യമങ്ങളുടെ വിളികൾ, ഇതെല്ലാം ചേർന്ന് ഒരാളെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ചെറിയ സെലിബ്രിറ്റിയാക്കി മാറ്റും. ഈ ലഹരി ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും അത് തേടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പലരും വീഴുന്നു. അതിനുവേണ്ടി അവർ എന്ത് ചെയ്യാനും തയ്യാറാകും, ആരെയും ഉപയോഗിക്കാൻ തയ്യാറാകും. പലപ്പോഴും വിക്ടിം കാർഡ് കളിക്കുന്നത് ജനശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള എളുപ്പവഴിയായി ചിലർ കാണുന്നു. താൻ ഒരു ഇരയാണെന്ന് വരുത്തി തീർക്കുമ്പോൾ ലഭിക്കുന്ന സഹതാപ തരംഗം മിനിറ്റുകൾക്കുള്ളിൽ ആ വ്യക്തിയെ ഹീറോയാക്കുന്നു. ആളുകൾ അവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നു, പിന്തുണ അറിയിക്കുന്നു, നിനക്കൊപ്പമുണ്ട് എന്ന് എഴുതുന്നു. എന്നാൽ ഈ പ്രശസ്തിക്ക് പിന്നിൽ മറ്റൊരു മനുഷ്യൻ്റെ ജീവിതം തകരുന്നുണ്ടെന്ന സത്യം അവർ സൗകര്യപൂർവ്വം മറക്കുന്നു. പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഈ നെട്ടോട്ടം ഒരുതരം ക്രിമിനൽ മാനസികാവസ്ഥയായി വളർന്നിരിക്കുന്നു എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. കാരണം ഇതിൻ്റെ ഫലം വെറും തെറ്റിദ്ധാരണകളിലോ വാക്കുതർക്കങ്ങളിലോ ഒതുങ്ങുന്നില്ല. ഇത് നേരിട്ട് മനുഷ്യജീവിതങ്ങളെയാണ് ബാധിക്കുന്നത്. ഒരു തെറ്റായ ആരോപണം, ഒരു വളച്ചൊടിച്ച കഥ, ഒരു എഡിറ്റ് ചെയ്ത വീഡിയോ, ഇതെല്ലാം ചേർന്ന് ഒരാളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്താനും മാനസികമായി തകർക്കാനും മതിയാകും. സൈബർ ആൾക്കൂട്ടത്തിൻ്റെ വിചാരണ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ അവിടെ നിയമമില്ല, പോലീസില്ല, കോടതിയില്ല. അവിടെയുള്ളത് വികാരഭരിതമായ ഒരു കൂട്ടം സൈബർ പോരാളികളാണ്. അവർ ജഡ്ജിമാരാണ്, ജൂറിയാണ്, വധശിക്ഷ നടപ്പാക്കുന്നവരുമാണ്. വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്നോ അതിൻ്റെ മറുവശം എന്താണെന്നോ ആരും അന്വേഷിക്കാറില്ല. ഇത് കണ്ടല്ലോ, അതുകൊണ്ട് ഇത് സത്യമാവാം എന്നതാണ് അവരുടെ ഏകതർക്കം. നാം ഓരോരുത്തരും ചെയ്യുന്ന ഒരു ഷെയർ ആ മനുഷ്യൻ്റെ ശവപ്പെട്ടിയിലെ ഓരോ ആണികളാണ് എന്ന് പറയപ്പെടുന്നത് കഠിനമായ വാക്കുകളാണെന്ന് തോന്നാം. പക്ഷേ അതാണ് സത്യം. ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. അതിലൂടെ ആ വ്യക്തിയുടെ അപമാനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ്. ഒരു കമൻ്റ് എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ വ്യക്തിയുടെ മാനസിക ഭാരം കൂട്ടുകയാണ്. കമൻറ്റ് ബോക്സിലെ ക്രൂരത പലപ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ ഒരാൾക്ക് ഒരിക്കലും പറയാനാവാത്ത വാക്കുകളായിരിക്കും. ഇവനെ വെറുതെ വിടരുത്, ഇവൻ്റെ മുഖം ഓർത്തു വെക്കുക, ഇവനെ എല്ലായിടത്തും നിരോധിക്കണം തുടങ്ങിയ കമൻറ്റുകളിൽ ഒരു വ്യക്തിയെ മാനസികമായി പൂർണ്ണമായി തകർക്കാൻ കഴിയും. സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം തെരുവിലിറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥ വരുന്നു. അയാളുടെ കുടുംബം, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ എല്ലാവരും ആ അപമാനത്തിൻ്റെ തീയിൽ വെന്തുരുകുന്നു. നിയമം കുറ്റവാളിയാണെന്ന് വിധിക്കുന്നതിന് മുമ്പേ സമൂഹം അയാളെ തൂക്കിക്കൊല്ലുന്നു. പിന്നീട് ഒരുപക്ഷെ അന്വേഷണം നടക്കും, സത്യം പുറത്തു വരും, അയാൾ നിരപരാധിയാണെന്ന് തെളിയാം. പക്ഷെ അപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും. നഷ്ടപ്പെട്ട അന്തസ്സ്, നഷ്ടപ്പെട്ട ജോലി, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, നഷ്ടപ്പെട്ട മാനസിക സമാധാനം, ഇവയെല്ലാം തിരിച്ചു നൽകാൻ ആർക്കും കഴിയില്ല. ചിലപ്പോൾ തിരിച്ചു കിട്ടാത്തത് ഒരു മനുഷ്യൻ്റെ ജീവൻ തന്നെയാവും. ലിംഗനീതിയുടെ ദുരുപയോഗം, സ്ത്രീ സുരക്ഷയ്ക്കും ലിംഗസമത്വത്തിനുമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളുടെ സാമൂഹിക ബോധവും എത്രത്തോളം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ഭയാനകമായ ഉദാഹരണങ്ങളാണ് ഇത്തരം സംഭവങ്ങൾ. ഒരു സ്ത്രീ പരാതി പറയുമ്പോൾ സമൂഹം സ്വാഭാവികമായും അവരോടൊപ്പം നിൽക്കും. അത് ശരിയുമാണ്. കാരണം ചരിത്രപരമായി സ്ത്രീകൾ പീഡനത്തിൻ്റെ ഇരകളായിട്ടുണ്ട്. ഇന്നും അത് തുടരുന്നു. അവരുടെ ശബ്ദം വിശ്വസിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്.
എന്നാൽ ആ വിശ്വാസത്തെയാണ് ഇവിടെ ചിലർ ചൂഷണം ചെയ്യുന്നത്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ അപൂർണമായ സത്യങ്ങൾ വളച്ചൊടിച്ച് സ്വന്തം പ്രശസ്തിക്കും റീച്ചിനും വേണ്ടി ഒരാളുടെ ജീവിതം തകർക്കുന്നത് നീതിയല്ല, അത് ക്രൂരതയാണ്. ഇത് യഥാർത്ഥത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ ദോഷം ചെയ്യും. വ്യാജ ആരോപണങ്ങൾ കൂടുമ്പോൾ നാളെ സത്യസന്ധമായ പരാതിയുമായി വരുന്ന ഒരു പെൺകുട്ടിയെപ്പോലും സമൂഹം സംശയദൃഷ്ടിയോടെ നോക്കാൻ ഇത് കാരണമാകും. ഇത് മറ്റുള്ളവരെ പോലെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പറയുന്നതാണോ എന്ന ചിന്ത പലരിലും ഉണ്ടാകും. ഇതാണ് ഏറ്റവും അപകടകരമായ ഫലം. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ പ്രശസ്തിക്ക് വേണ്ടിയുള്ള നാടകമായി മാറ്റുന്നത് സമൂഹത്തോടുള്ള വലിയ ക്രൂരതയാണ്. ലിംഗനീതിയുടെ ആശയം തന്നെ ഇതിലൂടെ അപമാനിക്കപ്പെടുന്നു. സ്ത്രീ സുരക്ഷ എന്നത് ഒരു ട്രെൻഡോ ഒരു കണ്ടന്റ് ഐഡിയയോ അല്ല, അത് മനുഷ്യാവകാശത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. അതിനെ റീച്ചിനുള്ള ഒരു ആയുധമാക്കി മാറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ ആത്മാവിനെ തന്നെയാണ് കൊലപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിൽ നിയമവും പോലീസും കോടതിയും നിലവിലുണ്ട്. ഒരാൾ മോശമായി പെരുമാറിയാൽ പരാതി നൽകേണ്ടത് പോലീസിനാണ്. തെളിവുകൾ പരിശോധിച്ച് സാക്ഷികളെ കേട്ട് നിയമപ്രകാരം കുറ്റം തെളിയിച്ചാൽ ശിക്ഷ നൽകേണ്ടത് കോടതിയാണ്. ഇതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ഇന്ന് പലരും ഫോൺ ക്യാമറയെ പോലീസായും ഫേസ്ബുക്കിനെ കോടതിയായും യൂട്യൂബിനെ നീതിന്യായ വ്യവസ്ഥയായും കാണുന്നു. ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക, അത് വൈറലാവാൻ കാത്തിരിക്കുക, പിന്നെ സമൂഹത്തിൻ്റെ പ്രതികാരം കാണുക. ഇതാണ് പുതിയ നീതിന്യായ സംവിധാനം. ഇത് അപകടകരമായ ഒരു പ്രവണതയാണ്. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് ഒരാളെ നശിപ്പിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലും നഷ്ടപ്പെട്ട അന്തസ്സ് തിരിച്ചു നൽകാൻ ആർക്കും കഴിയില്ല. ഒരു ഗൂഗിൾ സെർച്ചിൽ അയാളുടെ പേര് ടൈപ്പ് ചെയ്താൽ ആദ്യം വരുന്നത് ആ അപകീർത്തി വീഡിയോയായിരിക്കും. അത് അയാളെ ജീവിതകാലം മുഴുവൻ പിന്തുടരും. ആത്മഹത്യ ചെയ്ത ആ മനുഷ്യൻ്റെ കുടുംബം അനുഭവിക്കുന്ന വേദനയ്ക്ക് ആര് മറുപടി പറയും? ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഒരു അമ്മയ്ക്ക് മകനെ, ഒരു കുട്ടിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടതിൻ്റെ ശൂന്യത ആരാണ് പൂരിപ്പിക്കുക? വീഡിയോ വൈറലാക്കിയ ഇൻഫ്ലുവൻസർക്ക് ആ ജീവൻ തിരിച്ചു നൽകാൻ കഴിയുമോ? ഒരു മാപ്പ് പറയലോ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയോ ആ നഷ്ടം പരിഹരിക്കുമോ? ആയിരക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന ഒരാൾക്ക് വലിയ സാമൂഹിക ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, നിങ്ങൾ കാണിക്കുന്ന ഓരോ ദൃശ്യവും, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഓരോ ആശയവും മറ്റുള്ളവരെ സ്വാധീനിക്കും. നിങ്ങളുടെ ഒരു വാക്ക് ഒരുപക്ഷെ ഒരാൾക്ക് ആശ്വാസമാകാം, അല്ലെങ്കിൽ അത് ഒരാളുടെ ജീവൻ എടുക്കാം. വ്യൂസിനും ലൈക്കിനും വേണ്ടി എന്ത് അസംബന്ധവും വിളിച്ചു പറയാമെന്ന അവസ്ഥ മാറണം. ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദകളും ധാർമ്മികതയും പലരും മറന്നുപോകുന്നു. ഇത് എൻ്റെ പേജല്ലേ, എനിക്ക് എന്ത് വേണമെങ്കിലും ഇടാം എന്ന ചിന്ത ഒരു ജനാധിപത്യ സമൂഹത്തിൽ അപകടകരമാണ്. പണം സമ്പാദിക്കാനുള്ള ഒരു ടൂൾ മാത്രമായി മനുഷ്യ ജീവിതങ്ങളെ കാണുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ബ്രാൻഡ് ഡീലുകളും സ്പോൺസർഷിപ്പുകൾക്കും വേണ്ടി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു ബിസിനസ് മോഡലായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ ബിസിനസ്സിൻ്റെ വില ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ തന്നെയാവും. ഇവിടെയും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ബാക്കിയായി തന്നെയുണ്ട്. ഈ ഡിജിറ്റൽ വേട്ടയാടലിൽ നമുക്കും പങ്കുണ്ട്. ഒരു വീഡിയോ കണ്ടാലുടൻ അത് ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മുതിരുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിക്കുക. ഇത് സത്യമാണോ? ഇതിൻ്റെ മറുവശം എന്തായിരിക്കും? ഇത് ഷെയർ ചെയ്താൽ ഞാൻ ആരെങ്കിലും വേദനിപ്പിക്കുമോ? ഒരാളുടെ ജീവിതത്തെ ബാധിക്കുമോ? കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാം, ഓഡിയോ മുറിക്കാം, പശ്ചാത്തലം മാറ്റാം. എന്തിനേറെ പറയുന്നു, വെറും സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ വലിച്ചു കെട്ടിയ പച്ച നിറത്തിലുള്ള തുണിക്ക് മുന്നിലിരുന്ന് ഒരു ക്യാമറയിലെടുത്ത വീഡിയോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു നിമിഷത്തെ ദൃശ്യങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ മുഴുവൻ ജീവിതവും വിലയിരുത്തുന്നത് നീതിയാവില്ല. സത്യാവസ്ഥ തിരയുക, ഔദ്യോഗിക വാർത്തകൾക്കായി കാത്തിരിക്കുക, അന്വേഷണം പൂർത്തിയാകുന്നതുവരെ വിധിയെഴുത്ത് മാറ്റിവെക്കുക, നിയമത്തെ വിശ്വസിക്കുക, പരാതികൾ പറയേണ്ടിടങ്ങളിൽ പറയുക. സോഷ്യൽ മീഡിയ കോടതിയല്ല, അവിടെ നീതി കിട്ടുമെന്ന് കരുതുന്നത് ഒരു മിഥ്യാധാരണയാണ്. യഥാർത്ഥ നീതി ലഭിക്കണമെങ്കിൽ നിയമപരമായ വഴികളിലൂടെ പോകണം. സൈബർ ലോകത്തെ ആക്രോശങ്ങൾക്കിടയിലും സഹജീവിയോടുള്ള കരുണ നിലനിർത്തുക. നിങ്ങൾ എഴുതുന്ന ഓരോ കമൻറ്റ് മറ്റൊരാളുടെ അവസാന കമൻ്റാകാം എന്ന സത്യം ഓർക്കുക. ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് എഴുതിയ വാക്കുകൾ ഒരാളുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചേക്കാം. ലൈക്കുകളും ഷെയറുകളും കരിയറുകളും കടന്നു പോകും. ഇന്നത്തെ ട്രെൻഡ് നാളെ ഇല്ലാതാകും. ഇന്നത്തെ ഇൻഫ്ലുവൻസർ നാളെ ആരും ഓർക്കാതെ പോകും. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവൻ പോയാൽ അത് തിരിച്ചു വരില്ല. അതൊരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു തലമുറയുടെ ശൂന്യതയായി മാറും. കേരളം സാക്ഷരതയിൽ മുന്നിലാണെന്ന് നാം അഭിമാനിക്കുമ്പോഴും ഡിജിറ്റൽ സാക്ഷരതയിൽ നാം എത്രയോ പിന്നിലാണെന്ന് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നു. ഡിജിറ്റൽ സാക്ഷരത എന്നാൽ കേവലമായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ അറിയുക എന്നത് മാത്രമല്ല, അത് വിവേകത്തോടെ ഉപയോഗിക്കാൻ അറിയുക എന്നതുകൂടിയാണ്. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെന്ന് കരുതി ആർക്കും ആരെയും തകർക്കാമെന്ന അവസ്ഥ ഇല്ലാതാവണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും ഇടയിൽ ഒരു സൂക്ഷ്മമായ അതിരുണ്ട്. അത് ലംഘിക്കുമ്പോൾ സ്വാതന്ത്ര്യം തന്നെ ഒരു വലിയ ആയുധമായി മാറും. നിയമങ്ങൾ കൂടുതൽ കർക്കശമാകണം. നമ്മളും മാറേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ വേട്ടയാടലുകൾക്ക് അറുതി വരുത്താൻ വ്യക്തമായ നിയമങ്ങളും കർശനമായ ശിക്ഷകളും ഉണ്ടാകണം. അതിനൊപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലെ ജഡ്ജിയെ നിയന്ത്രിക്കാനും പഠിക്കണം. ഓരോ ഷെയറിനും മുമ്പ്, ഓരോ കമൻറ്റിനും മുമ്പ് ഇത് ഞാൻ എൻ്റെ സഹോദരനോട് ചെയ്താൽ എനിക്ക് സുഖമുണ്ടാകുമോ എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. ഇനിയൊരു ജീവൻ കൂടി ലൈക്കുകൾക്ക് വേണ്ടി ബലി കൊടുക്കപ്പെടരുത്. ഓർക്കുക, ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ നാളെ മറ്റൊരാളുടെ ചിതയ്ക്ക് തീ കൊളുത്തിയേക്കാം.
നമ്മുടെ വിരൽത്തുമ്പിലുള്ള ഈ ശക്തി നശിപ്പിക്കാനുള്ളതല്ല, സംരക്ഷിക്കാനുള്ളതാണ്. മനുഷ്യജീവിതത്തിൻ്റെ വില ലൈക്കുകളുടെ എണ്ണത്തിൽ അളക്കുന്ന ഈ ക്രൂരകാലത്തിന് എതിരായ ശബ്ദം നാം ഉയർത്തണം. എന്നാൽ അത് മറ്റൊരു ജീവിതം തകർക്കുന്ന ശബ്ദമാകരുത്, മറിച്ച് മനുഷ്യത്വം രക്ഷിക്കുന്ന ശബ്ദമാകണം. ശരിയും തെറ്റും വിവേകത്തോടെ തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. ആ വിവേകത്തിൻ്റെ തിരിച്ചറിവിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും പിന്തുടരുക. അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.